വിറകടുപ്പിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അത് വേറെ ഒന്ന് തന്നെയാണ്. ഇപ്പോഴൊക്കെ പാചകം ഗ്യാസിലല്ലേ. വിറകടുപ്പ് ആരാ ഇപ്പൊ ഉപയോഗിക്കുന്നത് തന്നെ? ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ഉപയോഗിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഒരു കഥയാണ് ശീതളിന്റെ. ശീതൾ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നായിരുന്നു. അവളുടെ അച്ഛന്റെ അമ്മയിൽ അധികം പൈസയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവരെപ്പോഴും ആഗ്രഹിക്കും, നമ്മുടെ ജീവിതം അവസാനിക്കാറായില്ലേ, പക്ഷെ നമ്മളുടെ മകൾ ശീതളിന് നല്ലൊരു ജീവിതം കിട്ടണം. ആ പട്ടണത്തിലുള്ള ഒരു ധനികനെ കൊണ്ട് വേണം അവളെ വിവാഹം കഴിപ്പിക്കാൻ. അങ്ങനെ അവൾ ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കണം. അങ്ങനെയൊന്നും എല്ലാവർക്കും പണക്കാരന്റെ രീതിയിലുള്ള ജീവിതമൊന്നും ജീവിക്കാൻ പറ്റില്ല. ശീതൾ അതിലൊരാളാണ്. അങ്ങനെ ഒരുപാട് ശ്രമത്തിനു ശേഷം ശീതളുടെ കല്യാണവും നല്ല രീതിയിൽ നടന്നു. അവളുടെ ഭർത്താവിന്റെ പേര് പ്രഫുൽ. അവർക്ക് നല്ല ഫാമിലി ബിസിനസ് ഉണ്ടായിരുന്നു. പ്രഫുലും ചേട്ടൻ മഹീന്ദ്രനും കൂടെ ചേർന്നാണ് ഫാമിലി ബിസിനസ് നടത്തിയിരുന്നത്. അവരുടെ അമ്മ ജാനകിക്ക് മൂക്കത്തായിരുന്നു ദേഷ്യം. ആദ്യത്തെ ദിവസം തന്നെ ജാനകി ദേവി ശീതളിനോട്, നോക്ക് മരുമോളെ, എനിക്കറിയാം നീ പാവപ്പെട്ട വീട്ടിൽ നിന്നാണെന്ന്. എനിക്കറിയില്ല നിന്റെ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്. പക്ഷെ എന്തായാലും ഇവിടെ ഉച്ചയ്ക്കും രാത്രിയും 10 വിഭവങ്ങൾ ഉണ്ടാവണം കഴിക്കാനായിട്ട്. ശരിയമ്മ. നീ വേണം ഇനി ആഹാരമൊക്കെ ഉണ്ടാക്കാലോ അല്ലേ? ശരിയമ്മ. ശീതൾ അടുക്കളയിലോട്ട് പോയി. അവിടെ അവളുടെ ചേട്ടത്തി കോകില ഉണ്ടായിരുന്നു. ചേച്ചി, നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്? എടി പൊട്ടി, നമ്മളല്ല, നീയാണ്. ഇന്ന ലിസ്റ്റ് പിടിച്ച് തുടങ്ങിക്കോ അങ്ങ്. ഞാൻ ഒരുപാട് ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചുമതല മുഴുവൻ നിന്റെ തലയിലാണ്. ശീതളിനെ എല്ലാം ഏൽപ്പിച്ച് കോകില വിശ്രമിക്കാനായിട്ട് മുറിയിലോട്ട് പോയി. ശീതൾ വിറകടുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വന്നപ്പോ ദാണ്ട കിടക്കണു ഗ്യാസ്. ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അവൾക്ക് അതിനകത്തുണ്ടാക്കാനും എളുപ്പമായി. കുറച്ചു മണിക്കൂറിനു ശേഷം ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി ടേബിളിൽ വെച്ചു. ജാനകിക്ക് ഒരുപാട് സന്തോഷമായി. ഇത് കൊള്ളാലോ മരുമോളെ, കുറച്ചു സമയം കൊണ്ട് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയോ? മൂത്ത മരുമകളാണെങ്കിൽ ഒരുപാട് സമയമെടുക്കുമായിരുന്നു ആഹാരം ഉണ്ടാക്കാൻ. ആഹാരം നല്ല സ്വാദിഷ്ടവുമായിരുന്നു. ജാനകിയും പ്രഫുല്ലും അവളുടെ ആഹാരത്തിനെ പ്രശംസിച്ചു. അതെ ശീതൾ, കൊള്ളാം. നല്ല കൈപ്പുണ്യമുണ്ട് നിനക്ക്. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് നിന്നെ ഞാൻ മരുമകളായിട്ട് ഇവിടെ കൊണ്ടുവന്നതിൽ ഒരു തെറ്റുമില്ല എന്ന്. ശീതളിന് തോന്നിയത് ഇനി അവളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമായിരിക്കുമെന്ന്. പക്ഷെ അവൾക്കറിയില്ലായിരുന്നു, ചേട്ടത്തിക്ക് ജാനകിയുടെ വായിൽ നിന്നും നല്ലത് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഈ കിളവി ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നു. ഒന്ന് ചത്തിരുന്നെങ്കിൽ ഈ സാധനം, എന്നാ ഇവളെ ഒരു പാഠം പഠിപ്പിക്കാമായിരുന്നു. കോകിലയും മഹീന്ദ്രനും കൂടെ ചേർന്ന് ഒരു പ്ലാൻ ഓൾറെഡി സെറ്റാക്കിയിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ജാനകിയുടെ അവസ്ഥ വളരെ മോശമായി പോയി. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടിയും വന്നു. പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. ജാനകി മരണപ്പെട്ടു. മഹീന്ദ്രയും കോകിലയും ഈ ഒരു അവസരത്തിനാണ് കാത്തിരുന്നത്. അവര് രണ്ടുപേരും പ്രോപ്പർട്ടിയും ബിസിനസിനെയും എടുക്കാൻ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. ജാനകിയുടെ അന്തിമ സംസ്കാരത്തിന് കുറച്ചു നിമിഷം കഴിഞ്ഞപ്പോ മഹീന്ദ്രൻ പറഞ്ഞു, പ്രഫുൽ, അമ്മയെല്ലാം എനിക്കാ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ബിസിനസ്സും വീടും എല്ലാം. ഇത് കേട്ടപ്പോ പ്രഫുൽ ഞെട്ടിപ്പോയി. ചേട്ടൻ എന്താ ഈ പറയുന്നേ? അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് നുണയാ. ശരി, കള്ളമാണ്. അങ്ങനെയെങ്കിൽ ഇതെന്താ? മഹേന്ദ്രൻ കള്ള പേപ്പർ അവനെ കാണിച്ചു. പ്രഫുൽ പറഞ്ഞു, ഇത് കള്ളമാണ്. ചേട്ടൻ കള്ളം പറയുക. ശരി, കള്ളമാണ്. നീ കോടതി കേസ് കൊടുത്തിട്ടെല്ലാം തിരിച്ചു പിടിച്ചോ. ഇപ്പൊ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. മഹേന്ദ്രനും കോകിലയും ശീതളിനെയും പ്രഫുലിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി. പ്രഫുലിനൊന്നും മനസ്സിലാവുന്നില്ല ശരിക്കും അവന്റെ അടുത്ത് എന്താ സംഭവിച്ചെന്ന്. ശീതൾ, എന്താ ഇത്? നമ്മൾ തെരുവിലായല്ലോ. എന്തു ചെയ്യും? കേസ് നടത്താനായിട്ട് പൈസ വേണം. പക്ഷെ ബാങ്ക് അക്കൗണ്ട് പോലും ചേട്ടന്റെ പേരില്ല. നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട, എല്ലാം ശരിയാകുന്നേ. എങ്ങനെ ശരിയാകുമെന്ന? ഒന്നും ശരിയാകില്ല. നമ്മൾ എന്ത് കഴിക്കും? എവിടെ താമസിക്കും? പ്രഫുൽ ശരിക്കും തകർന്നുപോയി. പാവപ്പെട്ടവരെ പോലെ ജീവിക്കാൻ അറിയില്ല. പക്ഷെ ശീതളിനാണേ പണ്ടുതൊട്ടേ അങ്ങനെയല്ലേ ജീവിച്ചു വളർന്നത്. അവൾ പ്രഫുലിനെയും കൊണ്ട് നഗരത്തിലെ ഒരു ചെറിയൊരു കുടില് താമസിക്കാൻ തുടങ്ങി. ശീതൾ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഞാൻ മരിക്കേണ്ടി വന്നേനെ. അങ്ങനെയൊന്നും പറയല്ലേന്നേ. മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പരിപ്പോ ധാന്യമോ ഒന്നുമില്ല. പിന്നെങ്ങനെ ഉണ്ടാക്കും? പണക്കാരെ പോലെ പാവപ്പെട്ടവരെ പിശുക്കന്മാരൊന്നും അല്ല. അവരിൽ നിന്ന് നമുക്ക് കിട്ടും. വിറകടുപ്പ് ഉപയോഗിക്കാൻ എനിക്ക് നന്നായി അറിയാം. നിങ്ങളിരിക്ക്, ഞാനെല്ലാം ശരിയാക്കാം. പക്ഷെ പാചകം എങ്ങനെ ചെയ്യും? ഇവിടെ ഗ്യാസ് സിലിണ്ടർ ഇല്ലല്ലോ. ശീതൾ വിറകടുപ്പ് സെറ്റാക്കി. വിറകടുപ്പിൽ ചോറ്, ദാല് എല്ലാം അവൾ ഉണ്ടാക്കുകയും ചെയ്തു. കൊള്ളാം, നല്ല മണം വരുന്നുണ്ട്. പ്രഫുൽ ആദ്യത്തെ വായിൽ വെച്ചപ്പോ തന്നെ അവൻ ഞെട്ടിപ്പോയി. ഓ, പരിപ്പ് കറിക്ക് ഇത്ര രുചി ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല.
ആഹാ, ഇതിന് നല്ല രുചിയുണ്ടല്ലോ. അത് കാരണം വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട്. പ്രഫുൽ വയറ് നിറച്ച് ചോറും ദാലും ഒക്കെ കഴിച്ച് നേരെ ജോലി തപ്പാനായിട്ട് ഇറങ്ങി. കുറച്ചുനാള് കൂലി വേല ചെയ്ത് അവൻ കുറച്ച് പൈസയൊക്കെ സെറ്റാക്കി. എന്നിട്ടൊരു വക്കീലിനെ വിളിപ്പിച്ചു. ആ വക്കീൽ പ്രഫുലിന്റെ കുടിലിൽ വന്ന് കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ വക്കീലിന്റെ ഫീസ് കേട്ട് പ്രഫുൽ പറഞ്ഞു, വക്കീൽ സാറേ, എനിക്ക് ഇത്രയും കാശ് തരാൻ പറ്റില്ല. ആ, അങ്ങനെയാണെങ്കിൽ ജയിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാ. ശരി, ജോലിക്കാര്യങ്ങൾ സംസാരിക്കാലോ. എന്തായാലും വക്കീൽ സാറേ, വന്ന് ഭക്ഷണം കഴിക്കൂ. ശീതൽ വക്കീൽ സാറിനെ വിറകടപ്പിലുള്ള ആഹാരം കഴിപ്പിക്കുകയും ചെയ്തു. ആഹാരം കഴിച്ച് വക്കീലിന് ഒരുപാട് സന്തോഷമായി. കേസ് സൗജന്യമായി വാദിക്കാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, കൊള്ളാമല്ലോ. ഇത്ര രുചിയുള്ള ഭക്ഷണം തന്നാ ഞാൻ എങ്ങനെ കേസ് നടത്തായിരിക്കും? പെങ്ങളെ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? നിങ്ങള് കോടതിയുടെ പുറത്തൊരു ഹോട്ടൽ തുടങ്ങുക. അവിടെ ഇത്രയും നല്ല ഫുഡ് കിട്ടില്ല. വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. വക്കീൽ സാറ് കോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ഹോട്ടൽ തുടങ്ങാൻ പെർമിഷൻ എടുത്തു. അവിടെ വിറകടുപ്പ് വെച്ചിട്ട് ശീതൽ അവിടെ ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി. ആഹാരത്തിന്റെ മണം വന്ന് അടുത്തുള്ള എല്ലാവരും കഴിക്കാനായിട്ട് അവർ വന്നു. വിറകടുപ്പിലുണ്ടാക്കിയ ആഹാരങ്ങൾ കഴിച്ച് ആൾക്കാരെല്ലാം ഭ്രാന്തരായി. അങ്ങനെ ശീതളുടെ ഹോട്ടൽ അടിപൊളിയായി നടന്നു. കുറച്ചു മാസങ്ങൾ കൊണ്ട് അവര് കുറെ പൈസ ഉണ്ടാക്കി. എന്നിട്ട് ഹോട്ടൽ വലുതാക്കുകയും ചെയ്തു. ആ പൈസ കൊണ്ട് പ്രഫുൽ ചേട്ടനെതിരെ കേസും കൊടുക്കുകയും ചെയ്തു. മഹീന്ദ്രയും കോക്കിലെയും കേസ് തോറ്റുപോയി. അവർക്ക് ജയിലിൽ പോവേണ്ടി വന്നു. പ്രഫുലിനെ എല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ ബിസിനസ് നന്നായി നോക്കാൻ തുടങ്ങി. ശീതൽ വിറകടുപ്പുള്ള ഹോട്ടൽ നന്നായി നോക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ തന്നെ ജീവിച്ചു. ഒരു കാലത്ത് കിഷൻപൂർ ഗ്രാമത്തിൽ മഹേഷ് എന്ന ആള് തന്റെ ഭാര്യ രമ, 6 വയസ്സുകുട്ടി പിങ്കി, പിന്നെ 8 മാസക്കുഞ്ഞായ ബിട്ടുവിനോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നു. ജീവിതം ഒരു നിമിഷത്തിൽ എങ്ങനെ മാറിപ്പോകുന്നു, അതിന് വലിയ ഉദാഹരണമാണ് ഈ മഹേഷ്. മഹേഷ് ഒരു കെമിക്കൽ ഫാക്ടറിയിൽ പണി ചെയ്തുകൊണ്ടിരുന്നു. ഒരു രാത്രി ആ കെമിക്കൽ ഫാക്ടറി പൊട്ടിത്തെറിച്ചു. അതിലവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഈ കാര്യം രമ അറിഞ്ഞ ഉടനെ അവൾ വേഗത്തിൽ ഓടിവന്നു. നിങ്ങളുടെ ഭർത്താവിന്റെ നില സീരിയസ് ആണ്. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ദൈവമുണ്ട്, ഒന്നും സംഭവിക്കില്ല. മഹേഷ് രക്ഷപ്പെട്ടു. പക്ഷെ അവനവന്റെ കാല് നഷ്ടപ്പെട്ടു. അവന്റെ ജോലിയും നഷ്ടപ്പെട്ടു. ഇതുവരെ എത്ര പൈസ സമ്പാദിച്ചോ അത് അവന്റെ ചികിത്സയ്ക്ക് തന്നെ ചിലവായി. അവന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഇപ്പൊ 3 മാസമായി. 3 മാസമായി എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് മഹേഷ് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരു കാലില്ലാത്തവന് ആരും ജോലി കൊടുത്തില്ല. ഇപ്പോ മഴക്കാലവും തുടങ്ങിയിരുന്നു. ഈ അവസ്ഥയിൽ അവന് ഒരു സ്ഥലത്ത് പോകാൻ തന്നെ കഷ്ടമായിരുന്നു. എന്തെന്നാൽ എല്ലാ റോഡുകളിലും വെള്ളം നിറഞ്ഞിരുന്നു. അവൻ ഇന്നും വീട്ടിൽ വരാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്നും എനിക്ക് ഒരു ജോലിയും കിട്ടിയില്ല. എല്ലാവരും എന്നെ ഒരു ആത്മാവിനെ പോലെയാ കാണുന്നത്. എനിക്ക് ജീവിക്കാൻ അർഹതയില്ല ഇനി. എന്റെ കുടുംബം പട്ടിണി കാരണം മരിക്കണമോ? മഹേഷ് ഇങ്ങനെ ജോലി തേടി തേടി വളരെ ക്ഷീണിച്ചിരുന്നു. അവന്റെ വീടിന്റെ ഓണർ ഓരോ ദിവസം വന്ന് വീടിന്റെ വാടക ചോദിച്ച് ശല്യപ്പെടുത്തി. അതുമാത്രമല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാനും പറഞ്ഞു. നാളെ വരുമ്പോൾ മൊത്തമായി വാടക പൈസ തരണമെന്ന് പറഞ്ഞിട്ട് പോയി. ഇതിൽ വീട്ടിലെ പലചരക്കൊന്നുമില്ലായിരുന്നു. കടന്ന 2 ദിവസമായി വീട്ടിലെ എല്ലാവരും പട്ടിണിയായിരുന്നു. അവർക്കിനി എന്ത് ചെയ്യണമെന്നേ മനസ്സിലായില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ച് മഹേഷ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഭയങ്കരമായി മഴ പെയ്യാൻ തുടങ്ങി. ആ ചായക്കടയുടെ ഷെഡിന്റെ അടുത്ത് പോയി നിൽക്കാം. ഈ മഴയിൽ നനഞ്ഞാൽ എനിക്ക് ഉറപ്പായും പനി പിടിക്കും. അവൻ ആ ചായക്കടയുടെ അടുത്ത് നിന്നു. ആ ചായക്കടക്കാരൻ ചായ മാത്രമല്ലാതെ പക്കോടയും ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്നു. ജനങ്ങളെല്ലാവരും ചായക്കൊപ്പം ആ പക്കോടയും കഴിച്ച് മഴ രസിച്ചു കൊണ്ടിരുന്നു. അവനറിയാം വീട്ടിൽ കഴിക്കാൻ ഒന്നുമില്ല എന്ന്. അവൻ അവന്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. അതിൽ ഒരു 10 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോക്കറ്റിൽ വെറും 10 രൂപയുള്ളൂ. ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? വീട്ടിലവൾ വെള്ളം കുടിച്ചാണ് വിശപ്പകറ്റുന്നത്. പാവം, അവൾ രുചിയുള്ള ഒന്നും തന്നെ കഴിക്കുന്നില്ല. അവൾക്ക് ഈ പണം കൊണ്ട് പക്കോട വാങ്ങിക്കൊണ്ട് പോയാൽ അവൾ സന്തോഷിക്കും. ആദ്യം അവൻ ഒരുപാട് ചിന്തിച്ചു. പിന്നെ ആ പൈസ കൊടുത്ത് പക്കോട വാങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് മഴ വിട്ടതും അവൻ പക്കോട കൊണ്ട് വീട്ടിൽ വന്നു. പക്ഷി വീടിന്റെ അടുത്ത് വന്നതും അവന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. എന്തെന്നാൽ അവന്റെ ഭാര്യ, കുഞ്ഞ്, 8 മാസ കുഞ്ഞും പുറത്ത് നിന്നുകൊണ്ടിരുന്നു. ആ കുഞ്ഞ് ഒരുപാട് സമയമായി കരഞ്ഞുകൊണ്ടിരുന്നു. പിങ്കി അവളുടെ അമ്മയുടെ അടുത്ത് അങ്ങനെ നിന്നുകൊണ്ടിരുന്നു. ആ വീടിന്റെ ഓണർ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള സാധനങ്ങളും പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ കുട്ടി പിങ്കി അവനെ കണ്ടുടനെ മഹേഷിന്റെ അടുത്തോടി വന്ന് അവനെ നോക്കി ഇങ്ങനെ പറഞ്ഞു.
അച്ഛാ നോക്കൂ അച്ഛാ, ആ അങ്കിൾ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. നിങ്ങൾ എനിക്കൊരു പാവ വാങ്ങി തന്നില്ലേ? ആ പാവയെ പോലും അവർ വലിച്ചെറിഞ്ഞു. അച്ഛാ, അദ്ദേഹം എന്തിനാണ് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറയുന്നേ? മഹേഷ് അവന്റെ കുട്ടിയെ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് പോയി ആ ഹൗസ് ഓണറുടെ കാലിൽ വീണു. മുതലാളി, താങ്കൾ എന്തായി ചെയ്യുന്നത്? ഞങ്ങളെ വീട്ടിൽ നിന്നും പുറത്താക്കരുതേ. അഭിനയിക്കണ്ട. ആദ്യം 3 മാസത്തെ വാടക എടുത്ത് വെക്കുന്നീ. പെട്ടെന്ന് തന്നെ താങ്കളുടെ വാടക ഞാൻ തരാം. ഏയ്, 3 മാസമായിട്ട് നീ ഇത് തന്നെയാ പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ആ ഹൗസ് ഓണറുടെ ശ്രദ്ധ മഹേഷിന്റെ കയ്യിലെ ആ പക്കോടയിലേക്ക് പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആഹാ, എന്ത് കള്ളമാ നീ പറയുന്നത്? വാടക തരാൻ നിന്റെ കയ്യിൽ പണമില്ല, പക്കോട വാങ്ങി രസിച്ച് കഴിക്കാൻ പണമുണ്ട്. പോയിക്കോ ഇവിടുന്ന്, വന്നേക്കുന്നു. അങ്ങനെ പറഞ്ഞ് മഹേഷിന്റെ കയ്യിലുള്ള പക്കോട പിടിച്ച് വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞ് ആ വീടിന് പൂട്ടിട്ട് പോയി. മഹേഷും അവന്റെ ഭാര്യയും അവനോട് ഒരുപാട് അപേക്ഷിച്ചു, പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇപ്പൊ നമ്മൾ എവിടേക്ക് പോകും ഏട്ടാ? എനിക്ക് അറിയില്ല രമേ, എവിടേക്കെങ്കിലും പോകണം. അത് കഴിഞ്ഞ് അവർ അവരുടെ സാധനങ്ങൾ എടുത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും അവിടെ മഴ പെയ്യാൻ തുടങ്ങി. അവർ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ എവിടെയെങ്കിലും ഒതുങ്ങാൻ ശ്രമിച്ചു, പക്ഷെ ഒരുപാട് ദൂരം വരെ അവർക്ക് എവിടെ സ്ഥലം കിട്ടിയില്ല. രമ തന്റെ ചെറിയ കുഞ്ഞിനെ തന്റെ സാരിയിൽ മൂടി കൂട്ടിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഐസ് കട്ടികളും അവിടെ വീഴാൻ തുടങ്ങിയിരുന്നു. ദൈവമേ, ഇങ്ങനെ പാവങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിൽ താങ്കൾ ആനന്ദം കൊള്ളുവാണോ? ഇങ്ങനെ മഴയോടൊപ്പം ആലിപ്പഴ മഴയും കൂടെ. പക്ഷെ അപ്പൊ മഹേഷിന്റെ ശ്രദ്ധ അവിടെ വഴിയിലുള്ള സിമന്റ് പൈപ്പിൽ പോയി. അവൻ നമുക്കവിടെ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അവരെല്ലാവരും ആ പൈപ്പിന്റെ അടുത്ത് പോകുമ്പോഴേക്കും ഒരു വലിയ ഐസ് കട്ടി പിങ്കിയുടെ തലയിൽ വീണു. അവളുടെ തലയിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരുന്നു. അവൾ ഭയങ്കരമായി കരഞ്ഞുകൊണ്ടിരുന്നു. രമ ഉടനെ ആ കുട്ടിയെ തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്ത് അവളുടെ സാരി മുറിച്ച് പരിക്കേറ്റിരുന്ന സ്ഥലത്ത് അവൾ കെട്ടിക്കൊടുത്തു. അമ്മേ, എനിക്ക് തല വേദനിക്കുന്നു. കരയില്ല മോളെ, ശരിയാകും കേട്ടോ. അവരെല്ലാവരും പൈപ്പിലിരുന്ന് മഴ എപ്പോ നിൽക്കുമെന്ന് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ മഴ നിൽക്കുന്ന പോലെ അവർക്ക് തോന്നിയതേയില്ല. അപ്പോ അവർ കണ്ടു ആ പൈപ്പുണ്ടായിരുന്ന കുറച്ച് ദൂരത്തിൽ ഒരു വലിയ കാർ വന്ന് നിന്നു. ആ കാറിൽ നിന്ന് 2 പേർ പുറത്ത് വന്ന് നിന്നു. മഴ നനയുന്നത് എന്ത് രസമാണല്ലേ? ശരിക്കും അഖിൽ, മഴയിൽ നനയുന്നത് പിന്നെ ചൂടായ പക്കോട കഴിക്കുന്നത്, ഇത് രണ്ടും അടിപൊളിയല്ലേ? ഇങ്ങനെ ദിവസവും പെയ്താൽ വളരെ നന്നായിരിക്കും. ഇപ്പുറത്ത് മഹേഷിന്റെ കുടുംബം മഴ എപ്പോ നിൽക്കുമെന്ന് കാത്തിരുന്നു. അപ്പുറത്ത് ഇനിയും മഴ വരണമെന്ന് 2 പേര് കാത്തിരുന്നു. എന്തൊക്കെ മാറ്റങ്ങളാണല്ലേ ദൈവത്തിന്റെ സൃഷ്ടിയിൽ. മഹേഷ് രമയും ഇതിനെ കുറിച്ച് ചിന്തിച്ചു. ഒപ്പം മഴ എപ്പോ നിൽക്കുമെന്നും കാത്തിരുന്നു. പക്ഷേ മഴ നിന്നില്ല, അത് വീണ്ടും കൂടിക്കൊണ്ടേയിരുന്നു. ഏകദേശം 2 ദിവസമായി പെയ്ത മഴയിൽ വെള്ളമൊക്കെ കൂടി തെരുവിൽ വരാൻ തുടങ്ങി. അതേസമയത്ത് അവർ ഇരുന്നു കൊണ്ടിരുന്ന സിമന്റ് പൈപ്പിലും വെള്ളം കയറി. അതവരുടെ കഴുത്ത് വരെയും വന്നു. രമേ, നമുക്ക് കുഞ്ഞുങ്ങളെയും കൂട്ടി കുറച്ച് ഉയരമുള്ള സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും മുങ്ങും. അത് കഴിഞ്ഞ് മഹേഷ് പിങ്കി അവന്റെ കഴുത്തിലിരുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു സേഫായ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ച് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ പെട്ടെന്ന് വെള്ളത്തിന്റെ വേഗം കൂടി മഹേഷിന് ഒരു കാലിൽ നിൽക്കാനാവാതെ അവൻ വെള്ളത്തിൽ വീണു. അപ്പ കൂടി പിങ്കി വീണു. ആ വെള്ളത്തിന്റെ വേഗം താങ്ങാനാകാതെ പിങ്കി ഒഴുകി പോയിക്കൊണ്ടിരുന്നു. അച്ഛാ, എന്നെ രക്ഷിക്കൂ അച്ഛാ, 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 എന്നെ രക്ഷിക്കൂ അച്ഛാ. 2-3 ദിവസമായി കഴിക്കാത്ത കുടുംബം. അത് മാത്രമല്ലാതെ മഴയുടെ കഷ്ടം. ആ കുട്ടിയെ അവർ 2 പേർക്കും രക്ഷിക്കാനേ കഴിഞ്ഞില്ല. കൺമുൻപിൽ തന്നെ അവൾ വെള്ളത്തിൽ മുങ്ങി. പിങ്കി, പിങ്കി, എവിടെ മോളെ നീ? പിങ്കി, അയ്യോ അയ്യോ എന്റെ കുഞ്ഞ്. പക്ഷെ പിങ്കിയുടെ ഒരു വിവരവും ഇല്ല. ആദ്യ തവണ മഹേഷ് അവനെ കുറിച്ച് ചിന്തിച്ച് നാണിച്ചു. അവനൊന്നും ചെയ്യാൻ കഴിയാതെ മുകളിൽ ആകാശം നോക്കി ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഞങ്ങളെ കാണുമ്പോൾ താങ്കൾക്ക് കുറച്ചുപോലും കരുണ തോന്നുന്നില്ലേ? നിങ്ങളുടെ മനസ്സെന്താ, കല്ലാണോ? ആദ്യം താങ്കൾ എന്നെ വികലാംഗനാക്കി, പിന്നെ ഭക്ഷണത്തിന് പോലും ഒരു ഗതിയില്ലാതെ നീയാക്കി. ഉണ്ടായിരുന്ന ഒരു വീടും തിരിച്ചെടുത്തു. ഇപ്പോൾ താങ്കൾ എൻ്റെ മകളെയും തിരിച്ചെടുത്തല്ലോ. ശ്രദ്ധിച്ച് കേട്ടോളൂ, നിങ്ങൾ ദൈവമല്ല, നിങ്ങളൊരു കല്ലാണ്. അവർ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർക്കത് കഴിഞ്ഞില്ല. എന്തെന്നാൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് അവർ ടയേർഡായിരുന്നു. അവരുടെ കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അവസാനം അവരും ആ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി.
അവർ കൈപിടിക്കാമെന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നാലും വിശപ്പ് അവരെ ബലഹീനമാക്കിയിരുന്നു. രണ്ടുപേരും പരസ്പരം ഉറക്കെ വിളിക്കാൻ തുടങ്ങി. പക്ഷേ വെള്ളത്തിന്റെ വേഗത്തിൽ അവരെല്ലാം അകന്നു പോയിക്കൊണ്ടിരുന്നു. രമേ രമേ കുഞ്ഞ്. എന്നാലും അവർക്കൊന്നും കഴിഞ്ഞില്ല. അവർ മയങ്ങിപ്പോയി. അപ്പോ ആ വെള്ളം അവരെ അടിച്ചുകൊണ്ട് പോയി. അപ്പ അവിടേക്ക് ഒരു രക്ഷാസംഘം വന്നു. അവരെ കണ്ട് ആ വഞ്ചിയിൽ കയറ്റി അവരെ സേഫായി കൊണ്ടുപോയി. ഈ മഴയിൽ നമ്മൾ 3 പേരും രക്ഷപ്പെട്ടു. എന്നാൽ ഈ മഴ നമ്മളുടെ മകളെ ബലിയെടുത്തല്ലോ. ഇനി നമ്മളുടെ മകൾ തിരിച്ചു വരില്ലേ? അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി, അവളുടെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റും ഉണ്ടായിരുന്നു. അതാ രക്ഷാസംഘത്തിലുള്ളവർ കൊടുത്തത്. അവൾ അവരുടെ അടുത്ത് വന്ന് പിന്നിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു, അച്ഛാ അച്ഛാ, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾക്കും ഒരുപാട് വിശക്കുന്നുണ്ടോ? ഇതാ ഈ ബിസ്ക്കറ്റ് കഴിക്കൂ. ഇത് അവരാ എനിക്ക് തന്നത്. നിങ്ങൾക്ക് വേണ്ടിയാ കാത്തിരുന്നത്. ആ ശബ്ദം കേട്ട ഉടനെ, അവിടെയുള്ള പിങ്കിയെ കണ്ട ഉടനെ മഹേഷ് രമ രണ്ടുപേരും കരയാൻ തുടങ്ങി. പിങ്കിയെയും ആ രക്ഷാസംഘം രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരുന്നു. ഇപ്പൊ ആ കുഞ്ഞ് ജീവനോടുള്ളത് കണ്ട അവർ രണ്ടുപേരും ദൈവത്തിനെ നോക്കി അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞു. 1 മാസം വരെ അവർ അതേ സ്ഥലത്താണ് ഇരുന്നത്. കുറച്ചു നാൾക്ക് ശേഷം ഗവൺമെന്റ് അവർക്ക് പൈസ കൊടുത്ത് അയച്ചു. അവർ അതുകൊണ്ട് ഒരു കച്ചവടം തുടങ്ങി. ഇപ്പൊ മഹേഷ് ഒരു ചായ പക്കോട കട വെച്ചു. അവരുടെ ജീവിതം ആദ്യത്തെക്കാൾ ഇപ്പോൾ നല്ലതായിരുന്നു. പ്രകൃതി അവരെ ഒരുപാട് കഷ്ടപ്പെടുത്തി. പക്ഷേ അത് കഴിഞ്ഞും ആ ദൈവം അവർക്ക് വീണ്ടും ജീവിക്കാൻ ഒരു നല്ല വഴി കാണിച്ചു. Thanks for watching.